ചെക്സുമായി നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ ചെക്സുകൾ റിട്ടേൺ ആകുക എന്നുള്ളതും നോർമലാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയെ പല രീതിയിലും അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ബ്യൂറോയുടെ ഓഫീസുകളിൽ ഓഫ്ലൈനായിട്ട്, അതായത് മാനുവലി നമ്മൾ അവിടെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. അതായത് അവിടെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു ഓപ്ഷൻ, അതായത് ഓൺലൈനിൽ ഇതേ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബ്യൂറോയിൽ നമ്മൾ കയറി നമ്മുടെ തൗഫീഖിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാറ്റഗറി ആയി കാണാം. അതായത് കമ്പനി ക്രെഡിറ്റ് ബ്യൂറോ, അതുപോലെ പേഴ്സണൽ ക്രെഡിറ്റ് ബ്യൂറോ. അതിൽ നമ്മുടെ ആവശ്യാനുസരണം ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് റൈസ് എ ഡിസ്പ്യൂട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രശ്നത്തിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്ത ശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും അറ്റാച്ച് ചെയ്താൽ ക്രെഡിറ്റ് ബ്യൂറോ അത് ആക്സസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു പ്രോബ്ലം നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നും സോൾവ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ റിട്ടേൺ ആയ ചെക്കിൻ്റെ ഡാറ്റ അത് നമ്മുടെ ക്രെഡിറ്റ് ബ്യൂറോയിൽ നിന്നും റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും.